കുറച്ച് ദിവസങ്ങളായിട്ടേ സിബി മലയിൽ എന്ന കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഡയറക്ടർ, കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഡയറക്ടർ ഞാൻ പറയും. കാരണം നമ്മൾ ഈ കാണുന്ന അടിപിടി സിനിമകളോ അല്ലെങ്കിൽ എന്നും പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമല്ലാതെ കോണ്ടന്റ് ഡ്രിവൺ സിനിമകൾ എടുത്ത ഒരു സംവിധാനമാണ് അദ്ദേഹം. കിരീടം പോലുള്ള സിനിമകൾ കൂടെ മോഹൻലാൽ എന്ന മനുഷ്യനെ നമ്മുടെ സാധാരണക്കാരനെ ഒരാളാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ പടത്തിൽ കൂടെയാണ്. പ്രിയദർശൻ്റെയും ഈ പറഞ്ഞ സിബി മലയുടെ സിനിമകളിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ലാലേട്ടൻ കയറി വന്നത്. അത്രയും സത്യന്തിക്കാരൻ്റെ പടമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ സിബി മലയുടെ കാര്യമായിട്ട് പറയുകയാണ്. അദ്ദേഹം എന്തുമാത്രം ഭരതം ആ സിനിമയ്ക്ക് അത് മോഹൻലാലിൻ്റെ ദേശീയ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഓഡീഷൻ സമയത്ത് 2 മാർക്ക് കൊടുത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കിയ ആൾ 2 നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്ന സിബി മലയിലിനെയാണ് നമ്മൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാർക്ക് ഇടുന്നത്. എത്രയാണ് അദ്ദേഹത്തിൻ്റെ എത്ര ഹിറ്റുകളുണ്ടായി, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹിറ്റ് ഏതാണ്, അങ്ങനെ നോക്കി അദ്ദേഹം ഒരു പരാജയപ്പെട്ട ആളല്ല. ഇതുവരെ പടമൊന്നും എടുക്കുന്നില്ല. 70 വയസ്സുണ്ട് ആ മനുഷ്യൻ. എത്രയോ സിനിമ എടുത്തു. ഇപ്പോഴത്തെ കാലത്ത് മൊബൈലിൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ വീട്ടിലിരുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാലത്ത് അല്ല പഴയ കാലം. ഒരു ഫിലിം ക്യാമറയും കുറേ ക്രൂവും ഒരു മൊബൈൽ ഫോൺ പോലില്ലാത്ത കാലത്ത് സിനിമ എഴുതി അതിന് പാഷനായിട്ട് അതിന് പുറകെ നടന്ന് ഫോളോ ചെയ്തൊരു അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത് സിനിമ എടുത്ത് അന്തകാലത്ത് തിയേറ്ററിൽ വിജയിപ്പിച്ച മനുഷ്യന്മാർ ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുന്നതിനകത്ത് ഒത്തിരി തെറ്റായ കാര്യമാണ്. ആ ഒരു പെയിനൊന്നും അറിയത്തില്ലാത്ത പുതിയ കുട്ടികളുടെ കാര്യം പിന്നെ പോകട്ടെ. ജെൻസികളൊക്കെ ഒരു പക്ഷേ അവർക്കൊക്കെ ഈ പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് പഴയ സിനിമകളിൽ ഇല്ലായിരിക്കാം. പക്ഷേ ഈ 90s 80s ഉള്ള ആളുകൾ സിബി മലയാളിൻ്റെ സിനിമകൾ എങ്ങനെ നിങ്ങൾ ദശരഥത്തെ മറക്കാൻ കഴിയും? സറോഗസി, വാടക ഗർഭധാരണമുള്ള കാര്യം, ഇത് ഈ വിക്കി ഡോണർ പോലുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആയുഷ്മാൻ ഖുറാനിക്ക് കൈയടിക്കും. എത്രയോ കാലം മുമ്പ് 80s മോഹൻലാലിനെ വെച്ചൊക്കെ ഈ സിനിമ ചിന്തിക്കുക. ആ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ എന്തൊരു മനോഹരമായ പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. ഇതൊക്കെ ചിന്തിക്കുക. ശരിയാണ്, ലോഹിദാസ് എന്ന് പറയുന്ന മഹത്തരമായ ഒരു തൂലിക, ഒരു ഡയറക്ടർ, ഒരു എഴുത്തുകാരൻ പുറകെ പിൻബലമുണ്ട്. പക്ഷേ അത് ജോൺസൺ മാഷിന് സംഗീതമുണ്ട്. പ്രതിഭകളിലൊക്കെ കൂട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന സിബി മലയിൽ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഇരുന്ന് മാർക്കിടാനൊന്നും സിനിമ പറയുമെന്നല്ല എനിക്കൊന്നും അതിനുള്ളൊരു യോഗ്യത കൊണ്ട് ഞാൻ കരുതുന്നില്ല. നമുക്ക് വിയോജിക്കാം. ചില സിനിമകളും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുത്തുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. എല്ലാവരുടെ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല പല കാര്യങ്ങളും. പക്ഷേ എന്ന് കരുതി നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു പരാജയപ്പെട്ട ആളെന്നൊക്കെ പറയുന്ന ചർച്ചകളിലൊക്കെ ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത്. നമ്മൾ പറഞ്ഞത് ദശരഥം മാത്രമല്ല, സമ്മറിയുമ്പോഴത്തേ വന്ന സിനിമ റിലീസായി തിയേറ്ററിൽ ആളുകൾ രണ്ടാമത് വീണ്ടും പോയി കണ്ടു. നമുക്ക് അത്ര ഇമോഷണലി ഇത്രയും കണക്ട് ചെയ്ത സിനിമകൾ വരും. ദേവദൂത് എന്ന സിനിമ എനിക്ക് അന്നത്തെ കാലത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അന്ന് പക്ഷേ കുറേ പേര് കുറ്റം പറഞ്ഞു. കാലം മാറി ഇപ്പം അന്ന് ഇറങ്ങിയതിനേക്കാളും കൂടുതൽ കളക്ഷനോടെ ആ സിനിമ റിലീസ് സമയത്ത് വിജയിച്ചു. കിരീടം സിനിമ ഇറങ്ങി ഭയങ്കര വിജയമൊന്നും ആയിരുന്നു. രണ്ടാമത് ഇറങ്ങിയപ്പം വലിയ വിജയമൊന്നും ആയില്ല. കാരണം ആ സിനിമ ഞാൻ പോലും തിയേറ്ററിൽ പോയി കാണാത്തത്, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി വീണ്ടും കാണാൻ പെയിൻ താങ്ങാൻ വയ്യ. അത്രയ്ക്കും നമ്മളെ ആ സേതുമാധവൻ്റെ ക്യാരക്ടർ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോഴും ചെറിയ റീല് പോലത്തെ ആ സിനിമകളിലെ പല പല പാട്ടുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ മൊത്തം സിനിമ കാണുമ്പോൾ ഒരു പെയിനുണ്ട്. അത്രയ്ക്കും ഡെപ്തുള്ള ഇമോഷണൽ പീക്ക് എന്ന പെർഫോമൻസുകളൊക്കെ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് സിബി മലയിൽ. അദ്ദേഹത്തെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇപ്പം 2 or 3 ഞാൻ പറഞ്ഞ സിനിമകൾ വിജയിപ്പിച്ച സംവിധായകരെ പോലും നമ്മളിങ്ങനെ കൊണ്ടാടുന്ന കാലമാണ്. തമിഴിലും മലയാളത്തിലൊക്കെ ഒരു സിനിമ ഹിറ്റായി പിന്നെ അദ്ദേഹം വലിയ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണല്ലോ കൂടുതലും കാണുന്നത്. ഇങ്ങനെ പഴയ ആളുകളൊക്കെ ഇപ്പോഴും ഈ സിബി സാറിൻ്റെ ഒക്കെ പല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഇൻ്റർവ്യൂ പോയി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംസാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ആരെയും കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ നിലപാട് സിനിമയെ കൂടെ പറയുന്നല്ല, എല്ലാ സിനിമ ഈ സോഷ്യൽ മീഡിയ കൂടെ പറയണമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നിരിക്കുമ്പോൾ ചർച്ചകളിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് ഒരു വൈറലാക്കണമെന്നോ വിവാദം ഉണ്ടാക്കണമെന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി പോകുന്ന മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പിച്ച് ചെയ്യുന്ന അത്ര രസകരമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ പ്രബുദ്ധരായ മലയാളി എന്ന് പറയുന്ന സോക്കാൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഞാൻ അദ്ദേഹത്തോടൊരു സോറി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ആസ് എ സിനിമാ പ്രേമി ഞാൻ എത്രയോ റിപ്പീറ്റ് കഴിഞ്ഞ ഇടയ്ക്ക് ദശരഥം സിനിമ എടുത്ത് വീണ്ടും ഒന്ന് കണ്ടിരുന്നു. അതിനകത്ത് രാജീവൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ അഭിനയം, കിരീടം നമ്മൾ ഇടയ്ക്കെല്ലാം പറഞ്ഞു. സേതുമാധവൻ പലപ്പോഴും നമ്മുടെ ഉള്ളിലും ആലോചിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലും പലപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രതീക്ഷയ്ക്കൊക്കെ വളരാൻ പറ്റാതെ പോയ ഒരാളായി പോയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കാറില്ലേ? അതൊക്കെ സിനിമയെ കൂടെ ഉണ്ടാക്കിയ ചിന്തയാണ്. അത്രയും ക്യാരക്ടർ വൈസ് ഒക്കെയാണ് നമ്മളെയൊക്കെ മാറ്റിയെടുത്ത ഒരു സംവിധായകനെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കകത്ത് കൊണ്ട് ഇട്ടത് ഭയങ്കര മോശമായി പോയി. ഒന്നും ചെയ്യാത്തൊരു കാര്യത്തിന് വീട്ടിലിരുന്നൊരു കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പോസ്റ്റ് ഇടുകയോ അദ്ദേഹത്തെ പേളിമാണി കമൻറ്റ് ചെയ്യുകയോ എന്തൊക്കെയായാലും ആരായാലും കാണിച്ചത് വളരെ മോശമാണ്. സിബി സാറിനോട് എനിക്കൊരു സോറി ചോദിക്കാനുണ്ട്. കറണ്ട് പോയി എങ്കിലും കംപ്ലീറ്റ് ചെയ്യാണ്. സാറിൻ്റെ സിനിമകൾ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇനിയും നല്ല സിനിമകൾ ചെയ്യൂ. ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ സിനിമ ഞാൻ പറയാൻ വിട്ടുമല്ല, തനിയാവർത്തനം ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമയാണ്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല സംസാരിച്ചുകൊണ്ട് പറഞ്ഞു പോയതാണ്. താങ്ക് യു.